ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് ബെവ്കോ LED കമ്പനി ബോർഡ് എൽജിഎസ് VFA പോലുള്ള എക്സാംസിനുള്ള 100 ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിനു മുൻപും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സെറികൾച്ചർ. എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക? എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക? മാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏതു നിറം നൽകുന്നു? ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോഫ്തലിൻ ഏതു നിറം നൽകുന്നു? പിങ്ക്. വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? വിത്തുകോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? മജ്ജ. മജ്ജയിലാണ് വിത്തുകോശങ്ങൾ കാണപ്പെടുന്നത്. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാനുള്ള കാരണം എന്ത്? അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? ദ്രാവകമർദ്ദം കൂടുന്നത് നേരിടാൻ. ദ്രാവകമർദ്ദം കൂടുന്നത് നേരിടാനാണ് അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നത്. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന യോജക കല ഏതാണ്? കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താവുന്ന യോജക കല ഏതാണ്? നാരുകല. കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏവ? കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങൾ. ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രശസ്ത പരിസ്ഥിതി ഗ്രന്ഥമായ സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത്? ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രശസ്ത പരിസ്ഥിതി ഗ്രന്ഥമായ സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത്? DDT. വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം 1 പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിക്കുന്നത് ഗുരുഗ്രാമിലാണ്. ദേശീയപാതയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതി ഏതാണ്? ദേശീയപാതയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതി ഏതാണ്? ആരോഗ്യവനം. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയ വ്യക്തിയുടെ പേര്? ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയ വ്യക്തിയുടെ പേരാണ് ഹരീഷ് റാണ. 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അതിഥി അവതാരകയായി എത്തിയ ഇന്ത്യൻ നടി ആരാണ്? 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അതിഥി അവതാരകയായി എത്തിയ ഇന്ത്യൻ നടിയാണ് പ്രിയങ്ക ചോപ്ര. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ഏതാണ്? അമരാവതി. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ? ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ? ഗോദാവരി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകൾ ഏവ? ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായി വിഭജിക്കപ്പെട്ട പ്രധാന പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ബംഗാളും പഞ്ചാബും. നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു? നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതാണ്? ജോൺ സൈമൺ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് എന്നാണ് നടന്നത്? 1951 മുതൽ 1952 വരെയാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി പഠിച്ച് ശുപാർശകൾ നൽകാനായി 1952 കേന്ദ്ര സർക്കാർ നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. പ്രസിദ്ധമായ പാപനാശം ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രസിദ്ധമായ പാപനാശം ബീച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് പ്രസിദ്ധമായ പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്.
റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടവയാണ്? റിട്ടുകൾ ഭരണഘടനയിലെ ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടവയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്വത്തവകാശത്തെ നിയമപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 300A. ദേശീയ ഗാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈണം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ദേശീയ ഗാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈണം നൽകിയ സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു? ക്യാപ്റ്റൻ റാം സിംഗ് ഠാക്കൂർ. ക്യാപ്റ്റൻ റാം സിംഗ് ഠാക്കൂർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവർ സ്ഥാനമൊഴിയാൻ ആഗ്രഹിക്കുന്ന പക്ഷം രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആരാണ്? എം.എൻ. വെങ്കടചെല്ലയ്യ. എം.എൻ. വെങ്കടചെല്ലയ്യയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. തിരുവിതാംകൂർ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂർ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണ് 1896. 1896 തിരുവിതാംകൂർ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം. ഏതു നഗരത്തിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കൊച്ചി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയാണ് വൈദ്യുതി പ്രക്ഷേപം അഥവാ ഇലക്ട്രിസിറ്റി സമരം നടന്നത്? ഏതു നഗരത്തിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കൊച്ചി സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെയാണ് വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത്? തൃശ്ശൂർ. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ട വർഷം എന്നാണ്? ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ട വർഷം 1917. ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്? ഏത് നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധ യോഗമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കലാശമായത്? റൗലറ്റ് നിയമം. മേലിമുണ്ട് സമരം നടന്നത് ഏത് പ്രദേശത്താണ്? മേലിമുണ്ട് സമരം നടന്നത് ഏത് പ്രദേശത്താണ്? തെക്കൻ തിരുവിതാംകൂർ. തെക്കൻ തിരുവിതാംകൂറിലാണ് മേലിമുണ്ട് സമരം നടന്നത്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതി, വികാസ്. പ്രഗതിയും വികാസവുമാണ് 2027 സെൻസസിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ. കുമാരനാശാൻ്റെ ഏത് കാവ്യത്തിൽ നിന്ന് ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അവതരിപ്പിച്ച കഥകളിയാണ് മാതംഗി ചരിതം? കുമാരനാശാൻ്റെ ഏത് കാവ്യത്തിൽ ആസ്പദമാക്കി കേരള കലാമണ്ഡലത്തിൽ അവതരിപ്പിച്ച കഥകളിയാണ് മാതംഗി ചരിതം? ചണ്ഡാല ഭിക്ഷുകി. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മഞ്ചേരി. 1930 ഏപ്രിലിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് തിരിച്ച ഉപ്പ് സത്യാഗ്രഹങ്ങളുടെ സംഘത്തെ നയിച്ചത് ആരാണ്? 1930 ഏപ്രിലിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ കടപ്പുറത്തേക്ക് തിരിച്ച ഉപ്പ് സത്യാഗ്രഹങ്ങളുടെ സംഘത്തെ നയിച്ചത് ആരാണ്? കെ. കേളപ്പനാണ്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. ടാനിക് ആസിഡാണ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്. ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലായുള്ള വിഷവാതകം ഏതാണ്? ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലായുള്ള വിഷവാതകം ഏതാണ്? സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡാണ് ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളിൽ കൂടുതലുള്ള വിഷവാതകം. വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? വാട്ടർ പ്യൂരിഫയറുകളിൽ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതാണ് അൾട്രാവയലറ്റ് രശ്മികൾ. നിവർത്തന പ്രക്ഷോഭം മൂലം ഉണ്ടായ പ്രധാന ഫലം എന്താണ്? നിവർത്തന പ്രക്ഷോഭം മൂലം ഉണ്ടായ പ്രധാന ഫലം എന്താണ്?
ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ നിയമിതനായി. കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ പതിക്കുന്നതിനുള്ള ദ്വീപ് ഏതാണ്? കല്ലടയാറ് അഷ്ടമുടിക്കായലിൽ പതിക്കുന്നിടത്തുള്ള ദ്വീപ് ഏതാണ്? മാൻഡ്രോ തുരുത്ത്. മൗലികാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? മൗലികാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 3. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ഏതാണ്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുവാണ് സോഡിയം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? സ്ഥിതവൈദ്യുത ബലം. അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണവും തകരാറിലാവാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അനുവദനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതോപകരണവും തകരാറിലാകാതിരിക്കാൻ മുൻകരുതലായി സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? സേഫ്റ്റി ഫ്യൂസ്. ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവയെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ചെറിയ അക്ഷരങ്ങൾ, വസ്തുക്കൾ എന്നിവയെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. ഏത് കോശാംഗമാണ് കോശത്തിലെ ഊർജ്ജ നിലയമെന്ന് അറിയപ്പെടുന്നത്? ഏത് കോശാംഗമാണ് കോശത്തിലെ ഊർജ്ജ നിലയമെന്ന് അറിയപ്പെടുന്നത്? മൈറ്റോകോൺഡ്രിയ. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്. സിവാലിക്കിനെയാണ് ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ് സമൂഹം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനമാണ് പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് പശ്ചിമഘട്ടം. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജന്തുക്കൾ. ജന്തുക്കൾ എന്നാണ് മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. പരുത്തിക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? പരുത്തിക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് വിസരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. നടന്നത് 1929-ലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതിയിൽ. കോളർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. കർണാടകത്തിലാണ് കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാണ് ജവഹർലാൽ നെഹ്റു. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. താർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? താർ മരുഭൂമിയുടെ രൂപവൽക്കരണത്തിന് കാരണമായ പർവ്വതനിരയാണ് ആരവല്ലി നിര. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ സി. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൻ പൊക്കൂടൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്?
തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഗുജറാത്തി ഭാഷയിലായിരുന്നു. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? വിമോചന സമരം നടന്നത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് ജവഹർലാൽ നെഹ്റു. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥം ഏതാണ്? ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥമാണ് ജലം. പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതാണ് ബൽവന്ത് റായ് മേത്ത. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ഫാബറാണ് അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല അറിയപ്പെടുന്നത്. സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? സ്വതന്ത്രമായി ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആസാം. മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനം ഏത്? മലമ്പനി രോഗം പരത്തുന്ന കൊതുകിനമാണ് അനോഫിലസ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O രക്തഗ്രൂപ്പ്. O രക്തഗ്രൂപ്പിനെയാണ് സാർവത്രിക ദാതാവെന്ന് അറിയപ്പെടുന്നത്. കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം എന്നിവയെ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. കേരള സർക്കാർ ആരംഭിച്ച അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാർ ആരംഭിച്ച അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷണങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷണങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. റെറ്റിനോൾ എന്നും അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എനെയാണ് നമ്മൾ റെറ്റിനോൾ എന്ന് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവനി. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ദേവാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ദേവാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ദേവാധികാര നിരൂപണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരയ്ക്കും താങ്ക് യു.